കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് CJ ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതായി സൂചന വരുന്നു. ഡോക്ടർ റോയ് CJയുടെ ഡയറിയിൽ നിർണായകമായ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ കണ്ടെത്തിയതായും സൂചന. റോയ് CJ ഓഫീസ് ചേംബറിലേക്ക് എത്തിയ സമയം സംബന്ധിച്ച മൊഴിയിൽ വ്യക്തത വരുത്താൻ കോൺഫിഡൻസ് ഗ്രൂപ്പ് MD വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് അറിയുന്നു. മനീഷ് മൂർത്തി ബംഗളൂരിൽ നിന്ന് ഡയറിയിലെ വിവരങ്ങളുമായി ചേരുന്നു. അതുപോലെ ബംഗളൂരിൽ നിന്ന് തന്നെ ചോദ്യം ചെയ്യലിൻ്റെ വിശദാംശങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രനും ചേരുന്നുണ്ട്. ആദ്യം മനീഷ് മൂർത്തിയിലേക്ക്. മനീഷ്, ഈ ഡയറിയിൽ ഇങ്ങനെ വിവരങ്ങൾ ഉണ്ട് എന്ന് ആരാണ് വെളിപ്പെടുത്തുന്നത്? ഇവിടെ നിന്നാണ് നമുക്ക് ഈ വിവരങ്ങൾ ലഭിക്കുന്നത്? ഇതിനകം തന്നെ പല മാധ്യമങ്ങളും ഇത് ക്യാരി ചെയ്യുന്നുമുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പോലീസിൽ നിന്ന് ലഭിക്കുന്ന അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന ചില സൂചനകളാണ് ഈ പറഞ്ഞ വിവരങ്ങളെല്ലാം തന്നെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഡോക്ടർ റോയ് CJയുടെ ഒരു ഡയറി പോലീസ് നേരത്തെ തന്നെ പിടിച്ചെടുത്തിരുന്നു, അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ ഡയറിയിലുള്ള വിശദാംശങ്ങളാണ്. അത് ഏകദേശം ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ ചില വിവരങ്ങളാണ് അതിലുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജനുവരി 31-ാം തീയതി സഹോദരനെ വിളിച്ചത് പോലും ഈ ഒരു തീരുമാനത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ ജീവനെടുക്കാൻ തീരുമാനത്തിന് ശേഷമാണ് എന്ന തരത്തിലുള്ള വിശദീകരണങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ ഡയറി കുറിപ്പിൽ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, പരാതിയിൽ, അതായത് അദ്ദേഹത്തിൻ്റെ MD ആയിട്ടുള്ള കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ MD ആയിട്ടുള്ള ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ പരാതിയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, 3 മണിക്കാണ് അവിടെ എത്തുന്നത്, 3:15 ഈ ഒരു സംഭവം നടക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ജീവനെടുക്കുന്നു. അതിനിടയിലുള്ള സമയം തന്നോട് ആവശ്യപ്പെട്ടത് ക്യാബിനിലേക്ക് ആരെയും കയറ്റി വിടരുത്, തനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞത്. അത് കൃത്യമായി തന്നെ പരാതിയിൽ തന്നെ ആ തരത്തിലുള്ള ചില വിശദാംശങ്ങൾ ഉണ്ട് താനും. എന്തായാലും ഡയറിക്കുറിപ്പിലുള്ള വിശദീകരണങ്ങൾ, അല്ലെങ്കിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഡയറിക്കുറിപ്പിലുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ട്. അതായത് നിലവിൽ കോൺഫിഡൻസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ട്. വിദേശത്തുള്ള ചില ബിസിനസ്സുകളിലെ തിരിച്ചടി സംബന്ധിച്ചുള്ള വിശദാംശങ്ങളുണ്ട്. ആരാണ് തനിക്ക് രണ്ടാമത്, അതായത് കോൺഫിഡൻസ് ഗ്രൂപ്പിനെ ഇനി ആര് നയിക്കണം, ആരാണ് ഇനിയിപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് തുടങ്ങിയ വിശദാംശങ്ങൾ ഈ ഡയറിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തനിക്കൊപ്പം നിന്നവരെ ചേർത്ത് നിർത്തണം എന്ന കാര്യം, അതായത് നിക്ഷേപകർ ഉൾപ്പെടെയുള്ള കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ കൂടെ വർഷങ്ങളായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന പല ആളുകളുണ്ട്, അവരെയൊക്കെ കൂടെ തന്നെ ചേർത്ത് നിർത്തണം തുടങ്ങിയ അത്തരത്തിലുള്ള വിശദാംശങ്ങൾ ഏകദേശം ഈ പറഞ്ഞ രീതിയിൽ ഒരു ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ വിവരങ്ങളാണ് ആ ഡയറി കുറിപ്പിൽ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിപ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്ന ചില സൂചനകളാണ്. ഇന്നലെ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്ന ചില വിശദീകരണങ്ങൾ, അല്ലെങ്കിൽ സഹോദരൻ ബാബു CJ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്ന ആദായനികുതി വകുപ്പിന്റെ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ആ ഒരു സമ്മർദ്ദം ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ അത് അത്തരത്തിലുള്ള ഒരു വിശദാംശങ്ങളിലേക്കോ അല്ലെങ്കിൽ അത് ആവർത്തിക്കാനോ എന്തായാലും ബാബു തയ്യാറായിരുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് ഇതുമായി ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തായാലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ പോലീസിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക്, അതായത് മൊഴി രേഖപ്പെടുത്തൽ എന്നുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് കടക്കണം. മാത്രം ജീവനക്കാരുടെ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന കാര്യം പോലീസ് നേരത്തെ തന്നെ, അല്ലെങ്കിൽ പോലീസിന് അത്തരത്തിലുള്ള ചില സംശയങ്ങളുണ്ട്. അപ്പോൾ ജീവനക്കാരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും, കുടുംബത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തും, ഈ സഹോദരൻ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഭാര്യയുടെയും റോയ് CJയുടെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തും. മാത്രമല്ല ജീവനക്കാർ, അതുപോലെ തന്നെ ഒപ്പമുണ്ടായിരുന്ന MD ജോസഫ്, അദ്ദേഹത്തിൻ്റെ മൊഴിയും രേഖപ്പെടുത്തുമെന്നുള്ളത്, വിശദമായി തന്നെ മൊഴികൾ രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനിയിപ്പോൾ SITയുടെയും ഒരു പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത്, ഈ ജീവനക്കാരുടെയും അല്ലെങ്കിൽ ഈ ബന്ധുക്കളുടെയും ഒക്കെ വിശദമായ ഒരു മൊഴി രേഖപ്പെടുത്തുക എന്നത് തന്നെയായിരിക്കും. എന്തായാലും നിലവിൽ ഈ പറഞ്ഞ രീതിയിൽ വന്നിട്ടുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ ഡയറിക്കുറിപ്പിൽ ഉണ്ടായിരുന്ന വിശദീകരണം എന്നുള്ളത് ഇത്തരം കാര്യങ്ങളാണ്. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ട്. ഇനിയിപ്പോൾ കോൺഫിഡൻസ് ഗ്രൂപ്പിനെ ഏത് രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകണം, തൻ്റെ സക്സസ് പ്ലാൻ അതെന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ, അത്തരത്തിലുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ ഈ ഡയറി കുറിപ്പിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു കുറിപ്പുമായി ബന്ധപ്പെട്ട് അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ബാംഗ്ലൂരിൽ നിന്ന് മനീഷ് മൂർത്തിയാണ് തത്സമയം ചേർന്നത്. ഈ ഡയറിയിൽ എന്തൊക്കെ വിവരങ്ങളാണെന്നുള്ളത് ഇനി പോലീസിൻ്റെ വെളിപ്പെടുത്തൽ വന്നാലേ പൂർണ്ണമായും നമുക്ക് ലഭിക്കുകയുള്ളൂ. അതേസമയം അദ്ദേഹത്തിൻ്റെ കുടുംബം നടത്താൻ വാർത്താ സമ്മേളനം റദ്ദാക്കിയിട്ടുണ്ട്. അതുപോലെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ TA ജോസഫ് കൊച്ചിയിൽ നടത്താനിരുന്ന വാർത്താ സമ്മേളനവും മാറ്റിവെച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ കൂടി ബംഗളൂരിൽ നിന്ന് ചേരുന്നു. ഡോക്ടർ റോയ് CJയുടെ ആത്മഹത്യ അന്വേഷിക്കാൻ
SIT രൂപീകരിച്ചാലും ഇപ്പോൾ രാഷ്ട്രീയ വിവാദം അരങ്ങേറുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശ്രീനാഥ് ചന്ദ്രൻ ശരിക്കും 9 പേജുള്ള ഒരു ആത്മഹത്യാ കുറിപ്പ് കുടുംബാംഗങ്ങൾക്ക് അയച്ചിരുന്നു എന്ന രീതിയിലുള്ള വാർത്ത പുറത്തു വരാൻ കാരണം എന്തായിരുന്നു? ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു വാർത്ത വന്നതും? ഈ വാർത്താ സമ്മേളനങ്ങളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്തു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സഹോദരൻ CJ ബാബു അദ്ദേഹം പിന്നീട് ഈ നമ്മുടെ IT ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് പരാതികൾ ഉന്നയിച്ചതുമില്ല. ഇതൊക്കെ എന്തിൻ്റെ സൂചനകളാണ് നമുക്ക് നൽകുന്നത്? തീർച്ചയായും SKN ഇന്നലെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ സഹോദരൻ ബാബു മാധ്യമങ്ങൾ കണ്ടിരുന്നു. തലേ ദിവസം അദ്ദേഹം പ്രതികരിച്ച രീതിയിലായിരുന്നില്ല സംസാരിച്ചത്. ഇപ്പോഴത്തെ അന്വേഷണത്തിൽ തനിക്ക് തൃപ്തിയുണ്ട് എന്നത് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യത്തിൽ ഇപ്പോൾ ഒരു പ്രതികരണത്തിന് താൻ തയ്യാറല്ല എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത്. ഒരു ആത്മഹത്യാക്കുറിപ്പ് അവരുടെ കൈവശമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കുടുംബം ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് നമ്മളോട് ആരോടും വിവരം പങ്കുവച്ചിട്ടില്ല. അങ്ങനെ ചില സൂചനകൾ മാത്രമാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് പോലീസിൽ നിന്നും മാത്രം പുറത്തു വന്ന ചില വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പ്രാഥമികമായി ഉള്ളത്. അതിൽ റോയിയുടെ 2 മൊബൈൽ ഫോണുകളും ഒരു ഡയറിയുമാണ് ആദ്യം ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിപ്പോൾ SITക്ക് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ഫോണിലെ വിവരങ്ങൾ ലഭിക്കാൻ ഇനിയും സമയമെടുക്കും. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകിയിരിക്കുകയാണ്. ഡയറിയിലെ ചില വിവരങ്ങളാണ്, എഴുതിയിട്ടുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. അത് ആത്മഹത്യയുടെ കാരണം സംബന്ധിച്ച് എന്താണ് സമ്മർദ്ദമായി മാറിയത് എന്നതിനെക്കുറിച്ചുള്ള ചില സൂചനകളാണ്. നേരത്തെ തന്നെ SKN അദ്ദേഹത്തിന് 1 രൂപ പോലും കടമില്ലാത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് മോഡൽ സീറോ ഡെപ്റ്റ്, 1 രൂപ പോലും കടമില്ലാത്ത ബിസിനസ് മോഡലാണ്. ഏറ്റവും ഒടുവിൽ ദുബായിലെ ചില പ്രൊജക്ടുകൾ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ പോലും അദ്ദേഹം ഈ കാര്യം എടുത്തു പറഞ്ഞിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ ഡയറിയിലെ വിവരങ്ങളിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ചില ബാധ്യതകൾ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. കാരണം ഈ കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെ പോലീസ് നൽകിയിട്ടില്ല. അതിൽ നിന്ന് ലഭിക്കുന്ന ചില സൂചനകൾ മാത്രമാണ് അദ്ദേഹത്തിന് ആ തരത്തിൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നത്. ഏതായാലും ചില മൊഴി എടുക്കൽ SITയുടെ ഭാഗത്തുനിന്ന് പ്രത്യേകമായി ഉണ്ടാകും. നേരത്തെ ലോക്കൽ പോലീസ് പ്രാഥമികമായ മൊഴിയെടുപ്പാണ് പലരിൽ നിന്നും നടത്തിയത്. ഏതായാലും SIT ഇന്നലെ MDയോട് TA ജോസഫിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇന്നലെ സംസ്കാര ചടങ്ങായതിനാൽ ഇന്നലെ മൊഴിയെടുപ്പ് നടന്നില്ല. ഇന്നിപ്പോൾ വീണ്ടും ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ മാത്രമല്ല SIT ടീം ഇന്നിപ്പോൾ ഓഫീസിലേക്ക്, ഈ ക്രൈം നടന്ന ഇടത്തേക്ക് എത്തി ക്രൈം സീൻ റീക്രിയേറ്റ് ചെയ്ത് അടക്കമുള്ള ശാസ്ത്രീയമായ അന്വേഷണം ഇന്നിപ്പോൾ നടത്തും എന്നുള്ള വിവരവും പറയുന്നുണ്ട്. മാത്രമല്ല സമയക്രമത്തിൽ കൂടി ഒരു വ്യക്തത SITക്ക് വരേണ്ടതുണ്ട്. അത് കാരണം ഈ പരാതിയിൽ പ്രാഥമികമായി അന്ന് MD നൽകിയ പരാതിയിൽ 3 മണിയോടെ എത്തി ആ ചേംബറിലേക്ക് പോയി, അതിനുശേഷം മരണം സംഭവിച്ചു എന്ന രീതിയിലായിരുന്നു. പക്ഷേ 2 മണിയോടെ ചേംബറിലെത്തി എന്ന തരത്തിൽ ജീവനക്കാർ മൊഴി നൽകിയിട്ടുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത SITക്ക് വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഒരുപക്ഷെ ഈ മരണം നടന്ന ഇടത്തേക്ക്, അവിടെ ഓഫീസിലേക്ക് എത്തി പരിശോധനകളും മൊഴിയെടുപ്പും ഒക്കെ നടത്താനുള്ള സാധ്യതയുണ്ട്. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുപ്പ് പൂർണ്ണമായിട്ടുണ്ട്. അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഉദ്യോഗസ്ഥരുടെയും മൊഴിയെടുപ്പ് ഇതിനോടകം പൂർത്തിയായി. മാത്രമല്ല ഒരു രാഷ്ട്രീയ വിവാദം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയാണ്. ഡോക്ടർ റോയ്ക്ക് കോൺഗ്രസ് ബന്ധമുണ്ട് എന്ന തരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ പല അഭ്യൂഹങ്ങളും ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ യെദ്യൂരപ്പ, BJPയുടെ മുതിർന്ന നേതാവ് യെദ്യൂരപ്പ തന്നെ ഈ SIT പെട്ടെന്ന് രൂപീകരിച്ചതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. റോയുടെ മരണം നടന്നു, പെട്ടെന്ന് പിറ്റേന്ന് തന്നെ SIT അന്ന് രാത്രി തന്നെ ആ തീരുമാനം എടുക്കുന്നു, പിറ്റേന്ന് തന്നെ അത് യാഥാർത്ഥ്യമാവുകയും ചെയ്യുന്നുണ്ട്. അത് സിദ്ധരാമയ്യ സർക്കാർ എന്തോ മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം യെദ്യൂരപ്പ നടത്തി. SIT എന്നതിൻ്റെ ഫുൾ ഫോം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നല്ല, സിദ്ധരാമയ്യ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് എന്ന തരത്തിലായിരുന്നു പ്രതികരണം. ഏതായാലും HK പാട്ടീൽ, ഇവിടുത്തെ കോൺഗ്രസ് മുതിർന്ന നേതാവ് HK പാട്ടീൽ അങ്ങനെ റോയി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി കാണുന്നതൊന്നും ശരിയല്ല, അദ്ദേഹം എല്ലാവരുടെയും ആളാണ് എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തി. മാത്രമല്ല SIT രൂപീകരിച്ചത് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനാണ്, അല്ലാതെ അന്വേഷണത്തിലൂടെ എന്തെങ്കിലും ഒന്ന് അട്ടിമറിക്കാനല്ല എന്ന് HK പാട്ടീൽ പ്രതികരിച്ചു. അങ്ങനെ ഡോക്ടർ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു വശത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റൊരു വിവരം ഈ കർണാടകത്തിൽ നിന്ന് ലഭിക്കുന്നത് അവിടുത്തെ വളരെ സീനിയറായിട്ടുള്ള ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ പൊളിറ്റിക്കൽ ഫണ്ട് ഇദ്ദേഹത്തിൻ്റെ ചില കുറിപ്പുകളിൽ കാണുകയും അത് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരുടെ കൈവശം കിട്ടുകയും ഇത് ഒരുപക്ഷെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ ഫണ്ടൊക്കെ ഇപ്പോൾ തിരിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് അതൊക്കെ പ്രോപ്പർട്ടി ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യവും അതിനകത്തൊരു ഫേസ് അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കരുതി ആ കാര്യവും അദ്ദേഹത്തിനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്ന രീതിയിൽ കർണാടകത്തിൽ ചില അദ്ദേഹവുമായിട്ട് ബന്ധമുള്ള ചില ആൾക്കാർ നമ്മളോട് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ?
തീർച്ചയായും ഒന്നാം ദിവസം മുതൽ ഈ മരണം നടന്ന അന്ന് മുതൽ തന്നെ ഇങ്ങനെ ഒരു അഭ്യൂഹം, ഒരു പ്രചാരണം സംസ്ഥാനത്തുണ്ട്. പക്ഷേ അതിനൊരു ഔദ്യോഗിക സ്വഭാവമൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഒരു സ്ഥിരീകരണം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ തരത്തിലൊരു വാർത്ത നൽകാൻ കഴിയാത്തത്. പക്ഷേ അത്തരം അഭ്യൂഹങ്ങളെ ശക്തിപ്പെടുത്തുന്ന തരത്തിലാണ് ഇപ്പോൾ യെദ്യൂരപ്പയുടെ ഭാഗത്ത് നിന്ന്, മുതിർന്ന BJP നേതാവാണ്, മുൻ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം വന്നപ്പോൾ അത് യഥാർത്ഥത്തിൽ അത്തരം അഭ്യൂഹങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന തരത്തിലായി. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം, ഇപ്പോൾ HK പാട്ടീൽ പ്രതികരണം നോക്കുമ്പോൾ പോലും അത് കോൺഗ്രസിനെ ലക്ഷ്യമിട്ട് തന്നെയാണ് എന്ന് HK പാട്ടീൽ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധിപ്പിച്ച് ഡോക്ടർ റോയിയെ കുറിച്ച് സംസാരിക്കുന്നത് ശരിയല്ല എന്ന് കോൺഗ്രസ് ഒരു പ്രതിരോധം തീർക്കുന്നത്. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ടെങ്കിൽ ഈ ഡയറിയിൽ നിന്ന് കിട്ടിയ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ നേരത്തെ ഡിസംബർ മാസത്തിൽ അന്വേഷണം നടത്തി അവിടെ സീൽ ചെയ്ത് വെച്ചിരുന്ന രേഖകൾ എടുക്കാൻ വേണ്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർ, IT ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയത്. ആ സീൽ ചെയ്ത് വെച്ച രേഖകൾ അത് പുറത്തെടുത്ത് പരിശോധിച്ചപ്പോൾ അതിൽ എന്തൊക്കെ വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങൾ കൂടി ഇത്തരം അഭ്യൂഹങ്ങൾക്ക് ഒരു ക്ലാരിറ്റി, ഒരു വ്യക്തത വരാൻ വേണ്ടി സഹായിക്കും. ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ആ രേഖകളൊക്കെ തന്നെ അന്ന് ഈ പരിശോധന നടന്നതിന് ശേഷം 7 മണിയോടെയാണ് ഉദ്യോഗസ്ഥർ അവിടുന്ന് മടങ്ങിയത്. അവരുടെ കൈവശം നിരവധി കവറുകളിലായി രേഖകൾ ഉണ്ടായിരുന്നു. അതിലെന്തായിരുന്നു എന്നത് IT ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഇപ്പോൾ അറിയൂ. അതുകൊണ്ട് ആ രേഖകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിസംബറിൽ അന്വേഷണം നടത്തി യഥാർത്ഥത്തിൽ ഫെബ്രുവരി മാസം ഏതാണ്ട് 6-ാം തീയതി ആകുമ്പോഴേക്കും ചാർജ് ഷീറ്റ് സമർപ്പിക്കുമായിരുന്നു എന്നതാണ് IT ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് അവസാന വട്ടം ഒരിക്കൽ കൂടി അങ്ങോട്ടേക്ക് വന്നത്, ഓഫീസിലേക്ക് വന്നത്, ഡോക്ടർ റോയിയുടെ ഒപ്പും മറ്റുമൊക്കെ വാങ്ങി രേഖകളൊക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് ഇതൊക്കെ ഒറിജിനൽ രേഖകളാണ് എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തി നൽകേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾക്ക് മാത്രമാണ് വന്നത് എന്നതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പോഴും ഈ സംഭവം നടന്ന ദിവസം ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തില്ല എന്ന് പറയുമ്പോൾ പോലും അന്ന് അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതായത് എന്തെങ്കിലും തരത്തിൽ സംഭാഷണം നടത്തിയിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം ഈ IT ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അന്നേ ദിവസം പ്രത്യേകമായി ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഏതാണ്ടൊരു സ്ഥിരീകരണം കഴിഞ്ഞ ദിവസം തന്നെ വന്നതാണ്. ഡയറിയിൽ നിന്ന് വന്ന വിവരങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുതുതായി ഈ ഒരു സംഭവത്തിന് പുതിയൊരു മാനം, പുതിയൊരു ഡയറക്ഷൻ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. നേരത്തെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ഈ IT ഉദ്യോഗസ്ഥർ സമ്മർദ്ദം എന്നതിൽ മാത്രം അന്വേഷണം ഈ ഡോക്ടർ റോയ് CJയുമായി ബന്ധമുള്ള ചില സുഹൃത്തുക്കൾ നമ്മോട് സ്വകാര്യ സംഭാഷണങ്ങൾ പറയുന്നത് ഇങ്ങനെ ഒരു ഡയറി എഴുത്തോ ഒരു ആത്മഹത്യക്കുറിപ്പോ ഇല്ല എന്നുകൂടി പറയുന്നുണ്ട്. കാര്യം എങ്ങനെയാണ് ഈ വാർത്ത പുറത്തേക്ക് വന്നത് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ചില സുഹൃത്തുക്കൾ അങ്ങനെ ഒരു സാന്നിധ്യമില്ല. നമുക്ക് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബാബുവിനെ കോൺടാക്ട് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം അത് ആ കാര്യം. ഇപ്പോൾ വീണ്ടും മനീഷ് മൂർത്തി കൂടി ചേരുന്നു. മനീഷ് മൂർത്തി, ശരിക്കും ഈ ഡോക്ടർ റോയിയുടെ മരണം നമ്മളെ ഉൾപ്പെടെ ഒരുപാട് പേരെ ഷോക്കേൽപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇത്രയും കരുത്തനായ, ധൈര്യശാലിയായ, ഒരുപാട് പ്രതിസന്ധികൾ കണ്ട ഒരാൾ, അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മരിക്കേണ്ട സാഹചര്യം എന്താണ് എന്നുള്ളതിൻ്റെ ചോദ്യങ്ങളൊക്കെ ഒരുപാട് ബാക്കിയാണ്. മാത്രമല്ല അദ്ദേഹം അതേസമയം ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഭാവനയ്ക്കനുസരിച്ച് ഒരുപാട് കഥകളും പൊട്ടത്തരങ്ങളും ഒക്കെ എഴുതി വിടുന്നുണ്ട്. അതുപോലെ ക്രിസ്റ്റൽ ഗ്രൂപ്പുമായിട്ട് അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ക്രിസ്റ്റൽ നമ്പൂതിരിയുമായി അദ്ദേഹത്തിനെ ചതിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ ക്രിസ്റ്റൽ നമ്പൂതിരി, ലതാ നമ്പൂതിരി പോലെ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ MD ആണ് ലതാ നമ്പൂതിരി. അവരോടൊക്കെ നമ്മൾ ഇതൊക്കെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. വളരെ മാന്യമായിട്ടായിരുന്നു അവർ തമ്മിൽ പിരിഞ്ഞത്. കാരണം അവർ ഈ ഡോക്ടർ റോയി അവരോടൊപ്പം ക്രിസ്റ്റൽ ഗ്രൂപ്പിനോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ക്രിസ്റ്റൽ ഗ്രൂപ്പിന് വലിയ വളർച്ചയുണ്ടായി. പക്ഷേ പിരിയുമ്പോൾ ഒരു കോമ്പൻസേഷൻ പാക്കേജ് എന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ ഷെയറൊക്കെ തന്നെ ഇദ്ദേഹത്തിന് കൊടുത്തിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ നമ്പൂതിരിയുമായി നല്ല ബന്ധം ക്രിസ്റ്റൽ നമ്പൂതിരിയുമായി സൂക്ഷിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് മനീഷ് മൂർത്തി ഇപ്പോൾ കർണാടകയിൽ പറഞ്ഞു കേൾക്കുന്നത്? സൂചിപ്പിച്ചതുപോലെ തന്നെ പല തരത്തിലുള്ള കഥകൾ ഓൺലൈൻ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചൊന്നും അതൊന്നും അത്ര ഗുണകരമായ കഥകളൊന്നുമല്ല. എന്തായാലും അത്തരത്തിലുള്ള കഥകളൊന്നും ഈ ഡോക്ടർ CJ റോയിയുടെ ജീവിതം എന്ന് പറയുന്നത് അടുത്തറിയാവുന്ന എല്ലാവർക്കും തന്നെ അത് വെറും കഥകൾ മാത്രമാണ് എന്ന് വളരെ കൃത്യമായി തന്നെ പറയാനും സാധിക്കുന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവനക്കാരാണെങ്കിലും എല്ലാവരും എപ്പോഴും അദ്ദേഹം എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരാൾ തന്നെയായിരുന്നു. എന്തായാലും ഈ പറഞ്ഞ ഡയറി എഴുത്ത് എന്ന് പറയുന്ന ശീലം അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയുമ്പോഴും ഒരു അത്തരത്തിലുള്ള ചില വിവരങ്ങൾ എന്തായാലും SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അതിൽ കൃത്യമായി അക്കമിട്ട് നിരത്തി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നും പറയുന്നു. ഈ പറഞ്ഞ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള ചില വിശദാംശങ്ങൾ അദ്ദേഹം അതിൽ എഴുതി ചേർത്തിട്ടുണ്ട്.
നടത്തിയിട്ടുണ്ട്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ സക്സസ് പ്ലാൻ എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു കാര്യത്തിൽ പറയുന്നുണ്ട്. ഈ പറഞ്ഞ രീതിയിലുള്ള ഡയറി കുറിപ്പിൽ പറയുന്നുണ്ട്. തുടങ്ങിയ വിവരങ്ങൾ എന്തായാലും പുറത്തു വരുന്നുണ്ട്. എന്തായാലും പോലീസ് ഇത് സ്ഥിരീകരിക്കണം. സുഹൃത്തുക്കൾ പറയുന്നത് പോലെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡയറി എഴുതുന്ന ശീലമില്ല എന്നൊക്കെയാണെങ്കിലും പക്ഷേ എങ്ങനെ ഇപ്പോൾ ഈ ഇത്തരം വിവരങ്ങൾ എന്താണ് എന്നുള്ളത് എന്തായാലും അതൊരു ക്ലാരിറ്റി എന്തായാലും ഇനിയും വരും. മണിക്കൂറുകളിൽ എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാരിറ്റി വരും. എന്തായാലും നിലവിൽ നമുക്ക് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പറഞ്ഞ ജീവനക്കാരുടെയും അതുപോലെ തന്നെ ബന്ധുക്കളുടെയും ഒക്കെ മൊഴി എന്തായാലും അന്വേഷണ സംഘം വീണ്ടും രേഖപ്പെടുത്തുമെന്നുള്ള വിവരം പുതുതായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് അന്വേഷണ സംഘം ഇനിയിപ്പോൾ കാരണം അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ ഇന്നലത്തോടു കൂടി പൂർത്തിയായി. അപ്പോൾ ഇനി അന്വേഷണം വളരെ കൃത്യമായി തന്നെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. IT-യിൽ നിന്ന് കൂടുതൽ വിശദീകരണം തേടും, വിശദാംശങ്ങൾ തേടുമെന്നുള്ള കാര്യവും അന്വേഷണ സംഘം പറയുന്നുണ്ട്. കാരണം അവസാനമായി പിടിച്ചെടുത്ത് കൊണ്ടുപോയ രേഖകൾ, ആ രേഖകൾ പ്രകാരമാണ് ഇനിയിപ്പോൾ IT-യുടെ ഒരു നിലപാടിൽ അല്ല IT-യുടെ ഒരു തീരുമാനത്തിലേക്ക് IT-യുടെ കേസ് ഏത് രീതിയിലാണ് തുടങ്ങിയ കാര്യങ്ങളിലേക്കെല്ലാം തന്നെ പോവുക. ഏകദേശം കേസ് ചാർജ് ഷീറ്റ് സമർപ്പിക്കേണ്ട ഒരു സമയമായിരുന്നു എന്നുള്ളതാണ് IT-യിൽ നിന്നും ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. ഇതിൻ്റെ ഒരു അവസാനഘട്ട പരിശോധന, അതുപോലെ തന്നെ ആ രേഖകളുടെ പരിശോധന, ഇതിനൊക്കെയായാണ് വെള്ളിയാഴ്ച അവിടെ എത്തിയത്, ഈ പറഞ്ഞ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടെയാണ് എന്തായാലും ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ആത്മഹത്യ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡയറി കുറിപ്പുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തത എന്തായാലും ഇനിയും വരേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം മനീഷ് മൂർത്തിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.